ഇപ്പോൾ ഗവർണറുടെ സുരക്ഷാ ചുമതല കേന്ദ്രസേന ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഇനിയും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? മസ്കറ്റ് ഹോട്ടലിലെ പരിപാടികൾക്കായി അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് രാജ്ഭവന്റെ അതുപോലെ തന്നെ ഗവർണറുടെ സുരക്ഷാ ചുമതലയൊക്കെ തന്നെ CRPF ഏറ്റെടുത്തു. 55 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു CRPFന്റെ സംഘമാണ് രാജ്ഭവന്റെ ചുമതല ഏറ്റെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. 8 പേര് പ്രധാന കവാടത്തിന് മുന്നിലും മറ്റുള്ളവരൊക്കെ തന്നെ രാജ്ഭവന്റെ മറ്റു പരിസരത്തായൊക്കെ തന്നെ മുഴുവൻ സമയവും ഗവർണറിന്റെ സുരക്ഷയ്ക്കായി ഉണ്ടാകും. അതുപോലെ തന്നെ Z+ കാറ്റഗറി സുരക്ഷയാണ് ഗവർണറിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണറിന്റെ എല്ലാ യാത്രകളോടൊപ്പം ഇനി മുതൽ CRPFന്റെ കാവലുണ്ടാകും. സംസ്ഥാനത്ത് നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് CRPFന്റെ Z+ കാറ്റഗറി സുരക്ഷ ഉണ്ടായിരുന്നത്. ഇനി മുതൽ Z+ കാറ്റഗറി സുരക്ഷ ഗവർണർക്ക് ഒപ്പം ഉണ്ടാകും. നിലവിലെ സംഭവങ്ങൾക്കൊക്കെ ശേഷം തന്നെ പ്രധാനമന്ത്രി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും ഒക്കെ തന്നെ സംസാരിക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഗവർണറുമായിട്ട് സംബന്ധിക്കുകയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ സുരക്ഷയൊക്കെ ഒരുക്കാമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ അതായത് നിലമേലിൽ നിന്ന് തിരികെ എത്തിയ അദ്ദേഹം ആ സമയത്ത് പോയത് തൈക്കാട് ഗസ്റ്റ് ഹൗസിലുള്ള പരിപാടിക്കാണ് പോയത്. അതിനുശേഷം അദ്ദേഹം നേരെ രാജ്ഭവനിലേക്കാണ് എത്തിയത്. ഈ രാജ്ഭവനിലെ പരിപാടിക്ക് ശേഷം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്ന ഗവർണർ ഇനി നേരെ പോകാൻ പോകുന്നത് റോട്ടറി ക്ലബ്ബ് നടത്തുന്ന മസ്കറ്റ് ഹോട്ടൽ വെച്ച് നടത്തുന്ന പരിപാടിക്കാണ്. ഈ ഒരു സമയമൊക്കെ തന്നെ ഇനി മുതൽ ഗവർണറിന്റെ സുരക്ഷയ്ക്കായി ഉണ്ടായിരിക്കുക CRPF ആയിരിക്കും. മൊത്തം 55 അംഗങ്ങൾ ഉള്ള ഒരു സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് മസ്കറ്റ് ഹോട്ടലിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ തന്നെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. കൃത്യമായി ഗതാഗതങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ SFI പ്രവർത്തകരൊക്കെ തന്നെ ഈ റോഡിന്റെ വശങ്ങളിലുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ മുൻകൂട്ടി കസ്റ്റഡിയിൽ എടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് ഗവർണർ ഇവിടെ നിന്ന് മസ്കറ്റ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഗവർണറിന് നേരെ യാതൊരുവിധ പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ക്രമീകരണങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് ശേഷം പോകുന്നത് 6:30 കൂടി അദ്ദേഹത്തിന് വിമാനമുണ്ട്. അദ്ദേഹം ഡൽഹിക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആ ഒരു പോകുന്ന വഴിക്കും ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമോ നേരത്തെ കണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഉണ്ട്. അത് ഗവർണറിന്റെ വാഹനം ഇതാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. CRPF ഉദ്യോഗസ്ഥരുമുണ്ട് അദ്ദേഹത്തിന്റെ കാവലിനായി. ഗവർണറുടെ വാഹനം ഇതാ രാജ്ഭവന് പുറത്തേക്ക് പോവുകയാണ്. മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ഇന്ന് വലിയ തോതിലുള്ള നാടകീയ സംഭവങ്ങൾ കണ്ടതാണ്. അങ്ങ് നിലമേലിൽ നിന്ന് തുടങ്ങിയതാണ്. തലസ്ഥാനത്തും കണ്ടു SFIയുടെ പ്രതിഷേധം. ഇനിയും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഗവർണറുടെ സുരക്ഷ അത് കേന്ദ്രസേന ഏറ്റെടുത്തിരിക്കുകയാണ്. ജിബിൻ, ഇനി എത്ര സമയമെടുക്കും മസ്കറ്റ് ഹോട്ടലിലേക്ക്? വലിയ ദൂരമില്ലല്ലോ, അടുത്താണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് മറ്റ് പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടോ? എന്താണ് അവസ്ഥ? ഏറെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മാത്രമാണ് ഗവർണറിന് ഇവിടെ നിന്ന് മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സമയമെടുക്കുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് നേരെ വെള്ളയമ്പലത്ത് നിന്ന് മ്യൂസിയം വഴി അവിടുന്ന് PMGയിലെ മസ്കറ്റ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കൃത്യമായി ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ മ്യൂസിയം പരിസരത്തും വെള്ളയമ്പലത്തും ഒക്കെ തന്നെ സിഗ്നൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ഗവർണറിന് പോകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പാതയും സുരക്ഷയും ഒക്കെ തന്നെ കേരള പോലീസ് നേരത്തെ തന്നെ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം മാക്സിമം ഏറ്റവും കൂടി പോയാൽ 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഗവർണർ മസ്കറ്റ് ഹോട്ടലിലേക്ക് എത്തിച്ചേരും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഗവർണർ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരും. രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. നിലമേലിൽ തുടങ്ങിയ പ്രതിഷേധം, അതിൽ ഗവർണർ സ്വീകരിച്ച നിലപാടൊക്കെ ഇന്ന് കണ്ടതാണ്. അങ്ങനെ പ്രതിഷേധ സമാനമായ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഗവർണറുടെ സുരക്ഷാ ചുമതല കേന്ദ്രസേന ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്രസേനയുടെ സുരക്ഷാ അകമ്പടിയോടെയാണ് ഗവർണർ മസ്കറ്റ് ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെട്ടത്. അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിച്ചേരും. ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിബിൻ, ഇന്ന് കണ്ടതാണല്ലോ പ്രതിഷേധത്തിന്റെ ഒരു അലയൊലി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നു. അപ്പോൾ കേരള പോലീസിന് ഇനി ചുമതലയില്ലേ?
ഗവർണറുടെ സുരക്ഷ Z+ കാറ്റഗറി അവിടെ CRPF ആണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ സുരക്ഷയും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അതായത് പോലീസിന്റെ തിരുവനന്തപുരത്തെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഏകദേശം അരമണിക്കൂർ മുമ്പ് തന്നെ രാജ്ഭവനിൽ മുന്നിലെത്തുകയും അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നാണ്